ഇൻസ്റ്റഗ്രാമോ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് എൻ്റെ യൂട്യൂബ് പേജിൽ ഞാനൊരു Q&A ഇടാമെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ എന്നോടൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ ബുദ്ധിപൂർവ്വം ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു Q&A. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ ഞാൻ ഇന്ന് ഇതിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആഷിഖ് ആജിയാണ്. ഇനി എന്നാ ദുബായിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാല്ല നെക്സ്റ്റ് മന്ത് എന്തായാലും ദുബായിലോട്ട് പോകുന്നതായിരിക്കും. ആൻഡ് ആഷിഖ് ആലയിൽ, വിച്ച് ഫോൺ ഈസ് യോഴ്സ്? ഡു യു തിങ്ക് ടു ബൈ iPhone 13 സീരീസ്? ഇഫ് യെസ്, വിച്ച് മോഡൽ? ഇപ്പം എൻ്റെ കയ്യിലുള്ളത് iPhone XS Max, iPhone XS ആണ്. ഇനി ഞാൻ 13 പ്ലാൻ ഉണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അത് വന്നിട്ട് Pro Max ആയിരിക്കും ഉറപ്പായിട്ട്. അത് തന്നെ. അടുത്ത afsalaza.in, നിനക്ക് എത്ര ഏജായി? മാരേജ് കഴിഞ്ഞില്ല ഇപ്പോഴൊന്നും. എൻ്റെ ഏജിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ റിവീൽ ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. നെക്സ്റ്റ് December 17 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും കേക്കിൻ്റെ മകളിൽ എൻ്റെ ഏജ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും. പിന്നെ ജിന്ന മാണിക്കോത്ത്, ഞാൻ അതെങ്ങനെ ആലോചിക്കണേ, ഇമ്മാതിരി ക്വസ്റ്റ്യനൊക്കെ വേറെ ആരാ ഇടുക എന്നുള്ളത്. ജിന്ന മാണിക്കോത്ത്, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്നുള്ളത് ആ ക്വസ്റ്റ്യൻ ആൻസർ എനിക്കറിയില്ല. കോഴിയാണോ മുട്ടയാണോ ഉണ്ടാകുന്നത്? പക്ഷേ എനിക്ക് കോഴി ഇഷ്ടമാണ്, മുട്ട ഇഷ്ടമാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിച്ച് വെറുതെ വെറുപ്പിക്കണ്ട. അടുത്ത നസി _2, പോരുന്നു എൻ്റെ മൊഞ്ചത്തി പെണ്ണായിട്ടെന്ന്. സത്യം പറഞ്ഞാൽ വരാൻ തീരെ ആഗ്രഹമില്ല, വരുന്നില്ല. ദീപു PP ദീപു, തൻ്റെ നാട് എവിടെയാണ് സുന്ദരിന്ന്? എൻ്റെ നാട് ട്രിവാൻഡ്രം ആണ്. ഫർസൂഖ്, എന്നെ ഫോളോ ആക്കൂലേ? ഫർസൂഖിനെ മാത്രമല്ല, ഞാൻ ആരെയും ഫോളോ ആക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിലേറ്റീവ്സിനെ മാത്രമേ ഞാൻ ഫോളോ ആക്കലുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല റീസൺ. എനിക്കറിയാത്ത ആൾക്കാരെ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പിറകിൽ ഒരുപാട് എനിക്ക് പേഴ്സണലായിട്ട് പറയാൻ പറ്റില്ലാത്ത കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി അറിയാമെന്നുള്ള എൻ്റെ റിലേറ്റീവിനെ മാത്രം, ഭയങ്കര അടുത്തിട്ടുള്ള നല്ല ഇതന്നെ പറഞ്ഞത്, ഇന്നും തന്നെ പറയാം, ലോങ് റിലേഷനിലായിരുന്നാലും എനിക്ക് പേഴ്സണലി അത്രയും അടുത്തറിയാമെന്നുള്ളത് മാത്രമേ ഞാൻ ഫോളോ ആക്കലുള്ളൂ. പുറത്തുനിന്ന് ആരെയും ഞാൻ ഫോളോ ആക്കലില്ല. നബീൽ മുഹമ്മദ്, തലയിൽ എത്ര മുടിയുണ്ട് ഇൻ നമ്പേഴ്സ് എന്ന്? നബീൽ ആരുടെ തലയിലാന്ന് പറയുകയാണെങ്കിൽ ഞാൻ പോയി കുത്തി നിന്നിട്ടുണ്ടെങ്കിൽ എണ്ണി പറയാം. പക്ഷെ അത് പറയാത്തതുകൊണ്ട് ആൻസർ ഇല്ല ആ ക്വസ്റ്റ്യന്. അഫീഫ് _077, വൈ സോ ബ്യൂട്ടിഫുൾ കുതിരത് കി കരിഷ്മ? അല്ലാണ്ട് എന്തു പറയാം. ഓക്കെ, ADV വൂൾഫ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഇതിനൊക്കെയുള്ള ക്യാഷ് എവിടെ നിന്നാണ് ബൈ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണിത്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് പലരും എൻ്റെ അടുത്ത് മുന്നേ പേഴ്സണലി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്ത അതേ മറുപടിയാണ്. ഞാൻ ഫാമിലിപരമായിട്ട് ഭയങ്കര റിച്ചാണ്, ഭയങ്കര റിച്ച്. അപ്പോൾ അവരിങ്ങനെ സ്വിസ് അക്കൗണ്ടിലേക്ക് ഇട്ട ക്യാഷ് എടുത്തിട്ട് ഞാനിപ്പം ഇങ്ങനെ അമ്മാനെ ആടുന്നത്. എൻ്റെ ബാങ്കൊക്കെ ഇങ്ങനെ നിറഞ്ഞു തുമ്പിയിട്ട് അതിന് എവിടെ കൊണ്ട് കളയണമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ സ്പാൻഡ് ആക്കുവാണ്. ബൈ. നെക്സ്റ്റ് മോംസ് ക്വീൻ, ഫേവറേറ്റ് ഫുഡ് തിരിച്ചടിക്കാത്ത എന്തും പോകും. എനിക്കിങ്ങനെ ഫേവറേറ്റ് ഒന്നുമില്ല. എനിക്ക് എവിടെ പോയി കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളിലുള്ള വെറൈറ്റി ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഫേവറേറ്റ് ഫുഡിൻ്റെ പുറകെ നടന്നിട്ട് അത് തന്നെ വേണമെന്ന് എനിക്കൊരു വാശിയില്ല. ഫാമിലി ഫോട്ടോസ് തൽക്കാലം ഫാമിലി ഫോട്ടോസൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എൻ്റെ ബ്രദേഴ്സും ഉപ്പയൊക്കെ അബ്രോഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫാമിലി ഫോട്ടോസ് എപ്പോഴും റൈറ്റ് ടൈമിൽ കിട്ടാറില്ല. ചിലപ്പോൾ ഉപ്പ നാട്ടിലുണ്ടെങ്കിൽ ബ്രദേഴ്സ് അവിടെ ആയിരിക്കും, ബ്രദേഴ്സ് നാട്ടിലുണ്ടെങ്കിൽ ഉപ്പ എവിടെ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ളൂ. ഇതൊരു ഫാമിലി ഫോട്ടോ കറക്റ്റിന് കിട്ടിയിട്ടില്ല. ഹോംസ് ക്യൂൻ വീണ്ടും ചോദിച്ചിരിക്കുന്നത്, സിംഗ് 2 ലൈൻ പ്ലീസ്. ഒരു സോങ് പാടാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സോങ് പാടാം, ഞാൻ ഉറപ്പായിട്ട് പാടാം. നമ്മളെന്തായാലും ചിത്രയും ശ്രേയഘോഷിലല്ല എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ്. കൺമണി അൻപോടെ കാതലെന്നാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാൻ ഇங்கு സൗഖ്യമേ, உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது, அதை எழுத நினைக்கையில் வார்த்தை போதுமா கண்ணா? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാപ്റ്റൻ സ്പാരോ ചോദിച്ച ക്വസ്റ്റ്യന്, ഇങ്ങനെ നടന്നാൽ മതിയോന്ന്? ഇങ്ങനെ നടക്കാണ്ട് പിന്നെ ഇങ്ങനെ തല കുച്ചിട്ട് നടക്കാൻ തലയിൽ കാലില്ല ബ്രോ. അപ്പം ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ.
ഫണി ക്വസ്റ്റ്യൻ ആൻഡ് ഫണി ആൻസർ ആണ്. സെയിം ചോദിച്ച ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കാം. RA7NS കോഴിക്കോട് വന്നിട്ടുണ്ടോന്നോ? പിന്നെ എത്ര പ്രാവശ്യം കോഴിക്കോട് വന്നിട്ടുണ്ട്. സോയ ഇഷാൽ, വാട്ട് അബൌട്ട് യുവർ ഫാമിലി ആൻഡ് ഹു ഈസ് യുവർ ബെസ്റ്റി? ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ. കാണാത്തവർ പോയി കണ്ടോളും, കാണാത്തവർക്ക് ഞാൻ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എനിക്ക് ഉമ്മ, ബ്രദേഴ്സ്, സിസ്റ്ററിൻ്റെ മൂന്ന് ക്യൂട്ട് ഏഞ്ചൽസ് ഒക്കെ ആയിട്ട് ഹാപ്പി ഫാമിലിയാണ്. ആൻഡ് യു ഈസ് യുവർ ബെസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയാണ് എൻ്റെ ബെസ്റ്റി. വേറെ ആർക്കും ഇതുവരെയും എൻ്റെ ബെസ്റ്റി ആകാൻ സാധിച്ചിട്ടില്ല. സിയാൻ ചോദിച്ചിരിക്കുന്ന വൈ യുവർ യൂട്യൂബ് ചാനൽ നോ അപ്ഡേറ്റ്സ് എന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ മടി കാരണം മാത്രം. ഒരുപാട് വീഡിയോസ് എൻ്റെ ഫോണിൽ നിറഞ്ഞ് തുളുമ്പിക്കിടക്കുകയാണ്. അതെന്തൊക്കെ എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര മടിയായിട്ടാണ് എൻ്റെ യൂട്യൂബിൽ പ്രത്യേകിച്ചിട്ട് അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലാത്ത. യൂട്യൂബിൽ മാത്രമല്ല, എൻ്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് എവിടെയൊക്കെ ഉണ്ടോ അക്കൗണ്ട്സ് അവിടെയൊക്കെ ഞാൻ ഭയങ്കര ബേക്കിലോട്ടാണ്. എന്നെ പിടിച്ചിട്ട് ആരെയും തള്ളി വിടണോ ഫ്രണ്ടിൽ. Anis.AV ഫൈറ്റർ, നീ കേട്ടാൽ ഉലകത്തെ ഞാൻ വാങ്ങി തരുവേരും. ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ഉലകം എന്ന് ചോദിച്ചിരിക്കുന്നത്? അതിന് ഒരു സീരിയസ് റിപ്ലൈ തരാം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളെ ലൈഫിൽ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നാണ്. സോ അങ്ങനെയുള്ള ലോകമാണല്ലോ നമുക്കിഷ്ടം. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കൂടെ വേണം. സോ അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന ആളുകളുള്ള ഒരു ലോകമാണ് എനിക്കിഷ്ടം. അസൂയയും കുശുമ്പും കുന്നായ്മയും ഒന്നും ഇല്ലാത്ത ആണും പെണ്ണും ഒക്കെ ഉള്ള ഒരു ലോകം. സനു എസ്, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഡ്രസ്? എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് എനിക്ക് ലോങ് ഗൗണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എൻ്റെ ഫേവറേറ്റ്. വേറെ ഡ്രസ്സ് എല്ലാം എനിക്ക് യൂസ് ആക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഫേവറേറ്റ് എന്ന് പറയുന്നത് എൻ്റെ ലോങ് ഡ്രസ്സാണ്. എൻ്റെ വീഡിയോസും എൻ്റെ വ്ളോഗൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നത് ലോങ് ഡ്രസ്സാണ്. സൈലൻറ്റ് വാച്ചർ വ്ളോഗ്, ഫ്യൂച്ചർ ഹസ്ബൻഡ് ഷുഡ് ബി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലോയൽ ആയിരിക്കണം, കെയറിങ് ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, നന്നായിട്ട് മനസ്സിലാക്കണം, ഭയങ്കര ലവബിൾ ആയിരിക്കണം. എസ്പെഷ്യലി എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ സ്വന്തമായിട്ട് സമ്പാദിച്ചിട്ട് വേണം ഭാര്യ നോക്കാൻ വേണ്ടി. അല്ലാതെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്വർണവും ഭാര്യൻ്റെ ആങ്ങളമാരും വീട്ടിൽ നിന്നൊക്കെ തല്ലി പഴിപ്പിച്ചിട്ടുള്ള പൈസ കൊണ്ടിട്ട് ഇങ്ങനെ പുട്ടടിച്ചിട്ട് വയറും വീർപ്പിച്ച് നടക്കുന്ന ഭർത്താക്കന്മാരുടെ അങ്ങനെയുള്ളവന്മാരൊന്നും വേണ്ട. സ്വന്തമായിട്ട് എന്ത് ഉണ്ടാക്കുന്നു, 500 ദിവസക്കൂലി 500, അത് വെച്ച് പോറ്റാൻ പറ്റുന്ന ഒരുത്തനായിരിക്കണം. അല്ലാണ്ട് പെണ്ണിൻ്റെ അടുത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് നടക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇഗ്നോർ ഇറ്റ്. ഫർഹാൻ, ഒരു ഓട്ടോഗ്രാഫ്. ഫർഹാൻ നോർമലി ഈ സെലിബ്രിറ്റീസൊക്കെ അല്ലേ ഓട്ടോഗ്രാഫ് കൊടുക്കൽ. സോ ഞാൻ ആ ഒരു ലെവലിൽ എത്തിയിട്ട് തരാം. എനിക്ക് അത്രയ്ക്കൊന്നും ആഗ്രഹമില്ല കേട്ടോ. എന്നാലും വിനീത് കുമാർ, പ്ലേ ബോയ്, പ്രണയം അതിന് പ്രായം തടസ്സമാണോ എന്ന്? പ്രണയത്തിന് ഒരിക്കലും പ്രായം തടസ്സമല്ല. നമുക്കൊരു ഏജിൽ പ്രണയം തോന്നൂലേ, 15, 16 ആ ഒരു ടൈമിൽ. അതിനുശേഷം നമ്മൾ മരിക്കുന്നവരെ നമുക്ക് പ്രണയിക്കും. അതിന് പ്രായമൊന്നും ഒരു തടസ്സമല്ല. പേരെല്ലാം എന്തൊരു വലിയാണ്. കൊതിയൻ. ഫിഗർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രക്ഷയില്ലല്ലോ എന്ന്. ഞാൻ ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കാറുണ്ട്, നന്നായിട്ട് ഉറങ്ങാറുണ്ട്. ഈ ഉറക്കമാണ് കൂടുതൽ. പിന്നെ ചോറ് കഴിക്കാറില്ല, അതുകൊണ്ട് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ആയിട്ട് പോകുന്നുണ്ട്. മിസ്റ്റർ ലൂസർ 2, വിരലുകൾ 5, അത് ഉയർത്തിപ്പിടിച്ച് ജാടയില്ലെങ്കിലോ ഒരു ഹായ് തരാമോ മോള് ചെയ്ത്? ഹായ് മിസ്റ്റർ ലൂസർ. സുഹൈബ് KS, വിച്ച് എപ്പിസോഡ് ഓഫ് യുവർ ഫേവറേറ്റ് യൂട്യൂബ് വീഡിയോ? എൻ്റെ ഫേവറേറ്റ് യൂട്യൂബ് വീഡിയോ എന്ന് പറയുമ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള 10 തവണ പോയിട്ടും മടുപ്പ് വരാത്തെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. അതായത് ഒരു പൊന്മുടി വീഡിയോ. ആ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ അതാണ്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു യാത്ര ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, നല്ല സ്ഥലമായിരുന്നു. രണ്ടാമത്തേന്ന് പറയുമ്പോഴത്തേക്കും അതിനുശേഷം ഉണ്ടായിട്ടുള്ള കുറേ അടിപൊളി ഗോസിപ്സ് ഒക്കെ കേട്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്കും ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷനാണ് ആ വീഡിയോനോട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് നോക്കാറുണ്ട്. പിന്നെ അതിലെ അവതരണം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊള്ളാം. ഈവൻ എൻ്റെ സിസ്റ്റർ അടക്കം പറഞ്ഞു ആ വീഡിയോയിൽ ഭയങ്കര സൂപ്പറായിരുന്നു, നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്.
Neo Cole 123, what or who is the real reason behind your happiness? അതിന് സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ്. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എൻ്റെ കൂടെ എന്നെ എപ്പോഴും മനസ്സിലാക്കിയിട്ട് നിൽക്കില്ലേ, അത് തന്നെ എൻ്റെ റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ശ്യാം, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോയ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അഫ്കോഴ്സ് കിട്ടാതെ പോയതുണ്ട്. ഇനി ഒരിക്കലും കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതലും ഞാൻ ലൈഫിൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സംഭവം. ഒരു 2 years മുമ്പേ ഞാൻ യുഎയിലിരിക്കുന്ന സമയത്ത് ഉപ്പാനും ഉമ്മാനെയും ഒരു യാത്ര കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ റീസണിന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ വന്നു, ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ കാര്യം നടക്കുന്ന ആ ദിവസം ഞാൻ നാട്ടിലെത്തുമ്പോഴത്തേക്ക് എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഞാൻ ഇപ്പോഴും എനിക്കത് ഭയങ്കര ആഗ്രഹമാണ്. ശരിക്കും നടക്കില്ലല്ലോ. അല്ലാണ്ട് എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നും ഇല്ല ലൈഫിൽ പറയുകയാണെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇച്ചു ആയിഷ. ഇച്ചു ആയിഷ എന്നുള്ള പേര് ഇപ്പോൾ ചേഞ്ച് ആക്കിയതാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്നൊരു വ്യക്തിയാണ്. മുത്തേ അറിയുമെന്നാണ് ക്വസ്റ്റ്യന്. മുത്തേ ഇങ്ങനെ പോയാൽ നീ അറിയും എന്നാണ് എനിക്ക് തിരിച്ചു തരാനുള്ള ആൻസർ എന്ന് പറയുന്നത്. ചോദിക്കട്ടെ, അഷ്റഫ് പപ്പാസ് ഏത് ബ്യൂട്ടി പാർലറിലാണ് പോകുന്നതെന്ന്. എനിക്ക് ബ്യൂട്ടി പാർലറൊന്നും പോകേണ്ട ആവശ്യം വന്നിട്ടില്ല ബ്രോ. എന്നെ വീട്ടിൽ തന്നെ എല്ലാം വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. അങ്ങോട്ട് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. 5435 ഫർഹാൻ, വല്ല പണിക്കും പോയിക്കൂടെ എന്ന്. ഞാനെന്തിനു പണിക്ക് പോകണം? ഐ എം എ റിച്ച് ഡോട്ടർ ഓഫ് എ റിച്ച് ഫാദർ ദാ. ഞാൻ പണിക്കേണ്ട ആവശ്യമില്ല. ബേസിക്കലി റിച്ച്. സഞ്ജയ് 5335, എത്ര kg കുറച്ചു? എനിക്ക് ചബ്ബിയായിരുന്നു ഇഷ്ടമെന്ന്. നിങ്ങൾക്ക് ഇങ്ങനെ പലതും പറയാം. അതൊക്കെ ആ ഭാരങ്ങളൊക്കെ ഞാൻ എൻ്റെ കൊണ്ട് നടക്കുന്നത്. എത്ര kg വെച്ച് കഴിഞ്ഞാൽ 6 കിലോ കുറച്ചിട്ടുണ്ട്. 6 കിലോ കുറച്ച് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ചബ്ബി എന്ന് പറയുന്നത് തടിച്ചിരിക്കുമ്പോൾ ചബ്ബിയാണ്, പക്ഷെ ഒരുപാട് കുറ്റങ്ങൾ ഞാൻ ആ ചബ്ബിയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തടി കുറയ്ക്കണമെന്ന്. അങ്ങനെ ഒരു 6 കിലോ കുറച്ചു. പിന്നെ ഈ ചബ്ബിയിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സൊന്നും ഇടാൻ പറ്റുന്നില്ല. തടിച്ച് ഡ്രസ്സൊക്കെ ഭയങ്കര ടൈറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തടി കുറച്ചാലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫസിൽ ഓയം, വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്ലാൻ? പാസ്റ്റ് പ്ലാനും അറിഞ്ഞൂടായിരുന്നു, കറന്റ് പ്ലാനും അറിയില്ല, പിന്നെയാണോ നെക്സ്റ്റ് പ്ലാനിൻ്റെ കാര്യം? ഐ ഡോണ്ട് നോ. റോഹൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഫേവറേറ്റ് യൂട്യൂബ് വ്ളോഗർ ആരാണ്? ബേസിക്കലി ഞാൻ യൂട്യൂബിൽ ആരുടെയും വ്ളോഗ് കാണാറില്ല, എനിക്ക് അറിയത്തില്ല വ്ളോഗർ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലൊക്കെ പലരുടെയും പേര് കേൾക്കാറുണ്ട്, പക്ഷെ എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് എൻ്റെ തന്നെ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക് വേയിൽ കൂടെയാണ് ഞാൻ എൻ്റെ വ്ളോഗ് കൊണ്ടുപോകുന്നത്. ഞാൻ അവരുടെയൊക്കെ കണ്ടിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഐ ഡോണ്ട് നോ, അറിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സനൽ, തേപ്പ് കിട്ടിയിട്ടുണ്ടോയെന്ന് ജീവിതത്തിൽ? സനലിനോട് മാത്രമല്ല എല്ലാവരോടും എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, തേപ്പ് കിട്ടിയിട്ടുണ്ടോയെന്നോ. തേപ്പ് എവിടെ നിന്ന് തിരക്കി പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്ന ആളാണ് ഞാൻ. എൻ്റെ ലൈഫിൽ എല്ലാ തലത്തുനിന്നും എനിക്ക് നന്നായിട്ട് തേപ്പ് കിട്ടിയിട്ടുണ്ട്. സോ കിട്ടിയില്ല എനിക്ക് കള്ളം പറയാൻ എനിക്ക് താല്പര്യമില്ല. അഫ്കോഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, 1 2 3 വരെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പ്രേമത്തിലാണ് തേപ്പ് കിട്ടാന്ന്. ഒരിക്കലും ഇല്ല. നമ്മൾ എവിടെയാണ് കൂടുതൽ വിശ്വാസം കൊടുക്കുക അവിടെയാണ് നമുക്ക് തേപ്പ് കിട്ടുന്നത്. സോ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് തേപ്പ് കിട്ടിയിട്ടുള്ളത് പ്രേമത്തിലല്ല. അഫ്കോഴ്സ് കുറേ ഫ്രണ്ട്ഷിപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പിലാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഒന്നൊന്നൊന്നൊന്നൊരു തേപ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ക്വസ്റ്റ്യൻസൊക്കെ ഇവിടെ അവസാനിച്ചിട്ടൊന്നുമില്ല. ഞാൻ കുറേ ക്വസ്റ്റ്യൻസിന് റിപ്ലൈ കൊടുക്കുക, കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എനിക്ക് അത് തന്നെ ഇങ്ങനെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ള ആൾക്കാരെ ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു Q&A ക്വസ്റ്റ്യന് കാരണം എന്നെക്കുറിച്ചിട്ട് കുറച്ചെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടാവും. കാരണം നമ്മുടെ ഈ ഓൺ വോയിസിലൂടെയാണല്ലോ ആൾക്കാർ നമ്മളെ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ ട്രാവൽ വ്ളോഗായാലും ഫുഡ് വ്ളോഗായാലും നമ്മളെ പേഴ്സണലി ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഓൺ വോയിസിലൂടെയാണ് ആളുകൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു 20% എങ്കിലും ആൾക്കാർക്ക് അതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും ഇത് എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. വേറൊരു വ്ളോഗായിട്ട് ഞാൻ ഉടനെ തന്നെ വരുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അടുത്ത വ്ളോഗ് എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ തോന്നും ആ സമയത്ത് ഞാൻ ഇടും. അങ്ങനെയാണ്. എന്തായാലും ഇൻഷാല്ലാ ഞാൻ ഉടനെ തന്നെ വ്ളോഗ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം, എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം. അപ്പോൾ ഞാൻ പോയി വരാം.